മലയാളത്തിലെ ഏറ്റവും ഹൈ ബഡ്ജറ്റുള്ള സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടിറങ്ങിയിട്ട് തോന്നിയിട്ടുള്ളത്. യു എസ് ആർമിയുടെ ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുന്ന കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ എൻട്രി സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു നാടൻ ലൂസിഫറിനെ എനിക്ക് ഈ പടത്തിൽ എനിക്കൊരു മിസ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ വാച്ച്ഫുൾ മൂവി തന്നെയാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് പൃഥ്വിരാജാണെങ്കിലും ടോവിനാണെങ്കിലും മഞ്ജുവാരാണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവർ തകർത്താടിയിട്ടുണ്ട്. പിന്നെ ദീപക് ദേവിൻ്റെ BGMs എല്ലാം പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഡോണാണ് ഖുറേഷി അബ്രഹാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞു പോണത്. ഒരു മേക്കിംഗ് സ്റ്റൈൽ സൂപ്പർവായിട്ടുണ്ട്. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും സൂപ്പർവായിട്ടുണ്ട്. ചില ക്യാമറ സീക്വൻസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ പടം കണ്ടിരിക്കുന്ന ഒരു വേ ഓഫ് സ്റ്റൈല് പടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ മിസ് ചെയ്തേക്കുന്ന ഒരു സാധനം ലൂസിഫറിന്റെ ഒരു നാടൻ സ്റ്റൈല് നമുക്കതിൽ എനിക്കൊരു മിസ് ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഖുറേഷി ലെവലിലെ പൃഥ്വിരാജിന്റെ പേഴ്സണൽ ലൈഫൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. മേക്കിംഗ് അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് കാശ് മുടക്കുന്നു പറഞ്ഞാൽ വാരി എറിഞ്ഞേക്കുവാ പൈസ. അതുപോലെയാണ് ആദ്യത്തെ ഇന്റർവ്യൂവിൽ വരെ. എന്ന് വെച്ചാൽ ഹെലികോപ്റ്ററും വിമാനം മാത്രമേ ഉള്ളൂ, വെടിവെപ്പും ബോളും. അങ്ങനെ ഒരു ഇതുപോലൊരു മലയാള സിനിമ നമ്മളിവിടെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയോ ഒരു ഹൈ ബഡ്ജറ്റാണ് പടം. പക്ഷേ എനിക്കൊരു ചെറിയൊരിത് വന്നത് കുറേ കൂടെ കേരളത്തിലേക്കാക്കി ലൂസിഫറിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ഹൈപ്പ് ചെയ്യായിരുന്നു പടത്തിന്. പക്ഷേ അതൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. പടം വേറെ ലെവലാണ്. കുഴപ്പമൊന്നുമില്ല. പൃഥ്വിരാജ് നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതൊരു നമ്മുടെ കേരളത്തിലേക്ക് വന്നത് കുറച്ചും കൂടെ നീട്ടുമായിരുന്നെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളെ കുറേയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പടം കയറി. അതാണ് പറ്റിയത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ വാച്ചബിളാണ്. തീരെ എമ്പുരാൻ ഞാൻ കണ്ടു. എനിക്ക് വലിയ സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം KGF ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറും. കാരണം ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചത്ര മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ അന്യഭാഷ ചിത്രങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ അത്രയും അങ്ങോട്ട് സക്സസ് ആയിട്ടില്ലെന്നാണ് എൻ്റെ തോന്നൽ. ഇതിലും നല്ല സെറ്റപ്പാണ് ലൂസിഫർ കണ്ടിരിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഷോട്ടുകളുണ്ട്. ഭയങ്കര ഷോട്ടുകളാണ്. കുറേ രാജ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ലാലേട്ട സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയോടുകൂടി തിയേറ്റർ വരികയാണ്. അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ കുറച്ചും കൂടെ ലാലേട്ടൻ്റെ എൻട്രി പോലും പണ്ട് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തെ തോപ്പിച്ചിട്ട് വരുന്ന ഒരു സീനുണ്ട്. അത് പടം കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ആ സീനിലുള്ള ഒരു എൻട്രിയാണ് ലാലേട്ടനെ കാണിക്കുന്നത്. പക്ഷെ ആ എൻട്രി ഈ സിനിമയിൽ ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് ലാലേട്ടനെ ഒരു എൻട്രി ആയിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. മഞ്ജു വാര്യരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. അത് പഞ്ചാണ്. ആ സാധനം ലാലേട്ടൻ്റെ എൻട്രി ആയിട്ട് ഫസ്റ്റ് കാണിച്ചെങ്കിൽ പടം കുറച്ചുകൂടെ ഹൈപ്പായിട്ട് നിന്നേനെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും വലിയ സിനിമകളായിട്ട് KGF, കാന്താര പോലുള്ള ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും മലയാളികൾക്ക് ഇഷ്ടപ്പെടും. അന്യഭാഷ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. വർക്കാണ്. പക്ഷെ കഥ അങ്ങോട്ട് പോരാ. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് ലാലേട്ടനായിരിക്കും ഏറ്റവും കുറവ് ഡേയ്സ് ഷൂട്ടിന് കൊടുത്തിട്ടുണ്ടാവാം. അധികമൊന്നും ലാലേട്ടൻ ഇതിലില്ല. എനിക്കൊക്കെ സത്യം പറയാലോ, എനിക്ക് കൂടുതലും ലൂസിഫർ സിനിമയിൽ ആ ലാലേട്ടനെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അല്ലാണ്ട് ഈ ഹൈടെക് ആയിട്ടുള്ള ഈ ലാലേട്ടനല്ല. പുള്ളി ഇതിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്, വന്ന് പോകുന്നുണ്ട്, എന്തൊക്കെയോ 2 ഡയലോഗ് പറയുന്നുണ്ട്.